പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ പ്രഭാതം നമുക്ക് നൽകിയത് സർവശക്തനായ ദൈവമാണ്. ദൈവത്തിൻ്റെ വലിയ ഒരു ഔദാര്യമാണ്, കൃപയാണ് ഈ പ്രഭാതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിച്ചത്. ഈ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും കൃപകളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാനും കേൾക്കുവാനും സാധിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിന് നന്ദി പറയുന്നതാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളോടും ചേർന്ന് നമുക്കും ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. ഈ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായ വിധത്തിൽ നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് യുദ്ധത്തിൽ കഴിയുന്ന എല്ലാ ജനങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന ജനങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികൾ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയവർ, ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടു പോയവർ, അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അവരെല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും ലോകത്തിൽ സമാധാനം സംജാതമാകുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ഒക്കെയുള്ള വലിയ കൃപ നമുക്ക് ലഭിക്കുന്നത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ, ആത്മീയ അഭിഷേകം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്. കർത്താവിൻ്റെ വചനം ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ട് ആത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈ പ്രഭാതത്തിൽ പ്രത്യേകമായിട്ട് നമുക്കിന്ന് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടയറിലേക്ക് പോയി അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു. തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. എങ്കിലും അവന് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകളുണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് അവൻ്റെ കാൽക്കൽ വീണ്. അവൾ സീറോ ഫിനിഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ,
മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. അവൾ മറുപടി പറഞ്ഞു, കർത്താവേ, അത് ശരിയാണ്. എങ്കിലും മേശയ്ക്ക് കീഴിൽ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പക്കഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. അവൻ അവളോട് പറഞ്ഞു, ഈ വാക്കുമൂലം നീ പൊയ്ക്കൊള്ളുക. പിശാച് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. അവൾ വീട്ടിലേക്ക് പോയി. കുട്ടി കട്ടിലിൽ കിടക്കുന്നത് അവൾ കണ്ടു. പിശാച് അവളെ വിട്ടുപോയിരുന്നു. പ്രിയ സഹോദരി സഹോദരന്മാർ, യേശു ടയർ, സിദോൻ പ്രദേശങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. ഈ സ്ഥലങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു വിജാതീയ പ്രദേശമാണ്. ആ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സീറോ ഫിനീഷ്യൻ സ്ത്രീ വന്ന്, സീറോ ഫിനീഷ്യൻ സ്ത്രീ എന്ന് പറഞ്ഞാൽ വിജാതീയ സ്ത്രീ വന്ന് അവനോട് അപേക്ഷിക്കുകയാണ്. അവളുടെ കൊച്ചുമകളെ ഒരു പിശാച് ബാധിച്ചിരിക്കുന്നു, അവളെ അതിൽ നിന്നും മോചിപ്പിക്കണം എന്ന്. അപ്പോൾ ഈശോ അവൾക്ക് കൊടുക്കുന്ന മറുപടി ഇതാണ്: മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല എന്ന്. ഇവിടെ മക്കളെന്ന് ഈശോ ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ ജനത്തെയാണ്. അപ്പം എന്ന് പറയുന്നത് കർത്താവിൻ്റെ അത്ഭുതങ്ങളും അവിടുത്തെ പഠനങ്ങളുമാണ്. അതുപോലെ തന്നെ നായ്ക്കൾ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ വിജാതീയരായിട്ടുള്ള ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അപകീർത്തികരമായ ഒരു നാമമായിരുന്നു. അപ്പോൾ ഈശോ അവളോട് പറയുന്നു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല എന്ന്. അപ്പോൾ അവൾ അതിൽ നിരാശയൊന്നും അവളാകുന്നില്ല. അവൾ കർത്താവിനോട് പറയുകയാണ്, യജമാനൻ്റെ മേശയിൽ നിന്നും വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ ഭക്ഷിച്ച് നായ്ക്കൾ കഴിയുന്നുണ്ടല്ലോ എന്ന് അവൾ യേശുവിനോട് പറയുകയാണ്. ഇവിടെ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ യേശു ഉപയോഗിക്കുന്ന നായ്ക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് കുനാരിയോൺ എന്ന് പറയുന്ന ഒരു വാക്കാണ്. ആ വാക്ക് ഉദ്ദേശിക്കുന്നത് പെറ്റ് ഡോഗ്സ്, അതുപോലെ ലിറ്റിൽ ഡോഗ്സ് എന്നൊക്കെയാണ്. അതായത് വളർത്ത് നായ്ക്കളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ സ്ട്രീറ്റ് ഡോഗ്സിന് അല്ലെങ്കിൽ വഴിയിൽ കൂടിയൊക്കെ അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ സൂചിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ മാങ്കിയോൺ എന്നാണ്. ആ വാക്കല്ല യേശു ഇവിടെ ഉപയോഗിക്കുന്നത്, മറിച്ച് കുനാരിയോൺ എന്ന വാക്കാണ് യേശു നായ്ക്കളെ സൂചിപ്പിക്കുവാനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ഈ സ്ത്രീ യേശുവിനോട് പറയുകയാണ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ ആദ്യത്തെ മറുപടി ഈ സ്ത്രീയെ നിരാശയാക്കേണ്ടതാണ്. അവർ ഒഫൻസീവായിട്ടുള്ള അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു വാക്കാണ് യേശു പറയുന്നത്. പക്ഷേ അവൾ ആ വാക്കുകളിൽ കേട്ടിട്ട് നിരാശയായിട്ട് പോവുകയല്ല ചെയ്യുന്നത്. അവൾ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി യേശുവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചടിക്കുന്നതായിട്ടാണ് നമുക്കവിടെ കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവൾ യേശുവിനോട് പറയുന്നത്, മക്കൾക്കുള്ള മൊത്തം അപ്പം എടുത്ത് എനിക്ക് തരേണ്ട ആവശ്യമൊന്നുമില്ല, മറിച്ച് നിൻ്റെ കൃപയുടെ സമൃദ്ധിയിൽ നിന്നും ഒരല്പം എനിക്ക് തന്നാൽ മതി, എൻ്റെ മകള് രക്ഷപ്പെടും എന്നാണ് യേശുവിനോട് അവൾ പറയുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ വാക്കുകളിൽ നിന്നും ആ സ്ത്രീയുടെ എളിമയും സ്ഥിരതയും യുക്തിയുമൊക്കെ നമുക്ക് കണ്ടെത്തുന്നതിനായിട്ട് സാധിക്കും. ഇവളുടെ ഈ വാക്കിൽ യേശു തൃപ്തനായി. യേശു അവളോട് പറയുന്നത് എന്താണ്? സ്ത്രീയെ, നീ പൊയ്ക്കൊള്ളുക, ഈ വാക്കുമൂലം നിൻ്റെ മകള് സൗഖ്യമുള്ളവളായിട്ട് മാറി എന്നാണ് ഈശോ അവളോട് പറയുന്നത്. സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൂരെ നിന്ന് യേശു അധികം പേര് സുഖപ്പെടുത്തുന്നൊന്നുമില്ല. ഈ കുട്ടിയെയാണ് അവളെ കാണാതെ തന്നെ ദൂരെ നിന്ന് യേശു സൗഖ്യം നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിന് ഇടയാക്കിയത് ഈ സ്ത്രീയുടെ അഗാധമായ ആ വിശ്വാസമാണ്. നമ്മൾ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിർത്തികൾ ലംഘിക്കുന്ന യേശുവിനെയാണ്. അതിർത്തികൾ ലംഘിക്കുന്ന യേശു, ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കിലേക്ക് മാത്രമല്ല ഞാൻ വന്നിരിക്കുന്നത്, വിജാതീയരെ കൂടി രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന ആ കാര്യം ഈ പ്രവൃത്തിയിലൂടെ ഈശോ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈശോയുടെ ദൗത്യം എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന്
ഈശോ ഇവിടെ വ്യക്തമാക്കുകയാണ്. രണ്ടാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ സ്ത്രീയുടെ സ്ഥിരതയോടെയുള്ള വിശ്വാസമാണ്. അവളെ ഡിസ്കറേജ് ചെയ്ത സാഹചര്യത്തിൽ പോലും അവൾ പിന്തിരിയുന്നില്ല. അവൾ അവളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവളുടെ കൊച്ചുമകൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും അവനോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപേക്ഷിക്കുന്നവനെ ഒരിക്കലും ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ ദൈവം എന്ന ഒരു സന്ദേശം ഇവിടെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ഒരു മാനുഷികമായ പ്രത്യേകതയുള്ള അല്ലെങ്കിൽ മാനുഷിക സ്വഭാവം നിറഞ്ഞു നിൽക്കുന്ന ഒരു യേശുവിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവരുടെ വേദനകൾ, ദുഃഖങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അലിഞ്ഞ് ഹൃദയവുമായിട്ട് അവരിലേക്ക് കടന്നു ചെല്ലുകയും രോഗശാന്തി നൽകുകയും ചെയ്യുന്ന യേശുവിനെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ ഈ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ മാനുഷികത നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ മാനുഷികത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചാൽ കർത്താവിനോട് കൂടുതൽ അടുക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. അതോടൊപ്പം സഹോദരങ്ങളോടും നമുക്ക് കൂടുതൽ അടുക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിൻ്റെ ഈ സവിശേഷത നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. നോമ്പ് കാലഘട്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ മാനുഷിക വശത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ സഹോദരങ്ങളോട് കൂടുതൽ അടുക്കുവാനായിട്ട്, ദൈവത്വങ്ങളിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപയും അനുഗ്രഹവും നമുക്ക് പ്രത്യേകം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ടും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം ഈ ദിവസം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യോസേപ്പ് കാവലായിട്ട് നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതര് അയ വിശുദ്ധര് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥര് നമ്മുടെ കൂടെ ആയിരുന്നു കൊണ്ട് നമ്മെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നു കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമുക്ക് സംരക്ഷണം ഒരുക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഈ പ്രഭാതത്തിൽ നമ്മൾ ഈ വിരുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും പ്രത്യേകം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ധ്യാന കേന്ദ്രത്തിലൂടെയും ഈ TV ചാനലിലൂടെയും ദൈവത്തിൻ്റെ വചനം ലോകത്തിൻ്റെ അവസാനം വരെ പ്രഘോഷിക്കപ്പെടുന്നതിനുള്ള സാഹചര്യം ഒരുക്കപ്പെടുന്നതിന് ആളും അർത്ഥവും ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും ഒരു കൊന്തയെങ്കിലും ചൊല്ലി മരിയൻ കൂടാരങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം, പെസഹ തിരുനാളിൻ ഓർമ്മദിനം. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം, പെസഹ തിരുനാളിൻ ഓർമ്മദിനം. പരമോന്നതങ്ങളിൽ നിന്നും ഇറങ്ങിയ പരിശുദ്ധ പരമകാരുണ്യദിനം. പരമോന്നതങ്ങളിൽ നിന്നും ഇറങ്ങിയ പരിശുദ്ധ പരമകാരുണ്യദിനം. ദിവ്യകാരുണ്യത്തിൻ
സന്തോഷധാരയിൽ ധന്യരായി മാറിടുമീ നിമിഷം. ഞാൻ സ്വർഗീയ സന്തോഷധാരയിൽ ധന്യരായി മാറിടുമീ നിമിഷം. സ്നേഹക്കുദാശയെന്നിൽ ചൊരിയണമേ, ജീവൻ നൽകുന്ന സ്നേഹം പകരേണമേ. നിന്റെ മാറിൽ നിന്നു മുഴുകുന്ന സ്നേഹം. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം, പെസഹ തിരുനാളിൻ ഓർമ്മദിനം. ഓസ്തിയും വീഞ്ഞും കാസയിലായി പീലാസയിലായി, വൈദികനുയർത്തുമ്പോൾ കുർബാനയിൽ നിൻ മാംസരക്തങ്ങളായിത്തീരും, നിൻ മാംസരക്തങ്ങളായിത്തീരും. ഓസ്തിയും വീഞ്ഞും കാസയിലായി പീലാസയിലായി, വൈദികനുയർത്തുമ്പോൾ കുർബാനയിൽ നിൻ മാംസരക്തങ്ങളായിത്തീരും. ഈശോ എന്നിൽ വന്നു നീ വാഴേണമേ, എൻ്റെ ജീവിതം നിനക്കായി നൽകാം. അൾത്താരയിൽ നിന്നിറങ്ങി വന്നിന്നെൻ്റെ ഉള്ളിൽ. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം, പെസഹ തിരുനാളിൻ ഓർമ്മദിനം. പരമോന്നതങ്ങളിൽ നിന്നും ഇറങ്ങിയ പരിശുദ്ധ പരമകാരുണ്യദിനം. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ ശിരസ് നമിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ പ്രഭാതത്തിനോടൊപ്പം ഈ വിരുന്നിൽ പങ്കുചേർന്ന ഗുഡ്നസ് ടിവിയുടെ എല്ലാ നല്ല പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല പ്രഭാതവും നല്ല ദിവസവും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.